നീ ഇതെങ്ങനെ ഓർന്നടാ? താക്കോല് വെച്ച് തുറന്നു. മാറിക്കട അങ്ങോട്ട്. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അലമാര തുറക്കരുതെന്ന്. അതെ, ഞാൻ നമ്മുടെ സരിതയുടെ കല്യാണത്തിന്റെ ആൽബം ഒന്ന് നോക്കുകയായിരുന്നു, പഴയ ഫോട്ടോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. ഓ, പെങ്ങളോട് എന്തൊരു സ്നേഹോ. നീ ആൽബം കാണുന്നതിന് മുമ്പ് നീ നിന്റെ പെണ്ണുമ്പിളെ നിലയ്ക്ക് നിർത്താൻ നോക്കണം. അവക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ടമ്മേ, ഞാൻ അങ്ങോട്ട് പോവാ. കൊടുക്കണം, ഒന്നല്ലടാ 4 അടി വെച്ച് കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കണോടാ. പിന്നെ ഞാൻ നമ്മുടെ അച്ഛനെ മരിക്കുന്ന സമയത്ത് 3 സ്വർണ്ണപ്പല്ലുണ്ടായിരുന്നല്ലോ, അതൊക്കെ അന്നേരം തന്നെ അമ്മ വിറ്റ. അച്ഛന്റെ പല ആരെങ്കിലും വിൽക്കുവോടാ? പിന്നെ എന്ത് ചെയ്തമ്മ? അങ്ങനെ ഓർക്കാൻ ഇതൊക്കെ അല്ലേ ഉള്ളൂ മക്കളെ. അമ്മ സമ്മതിക്കണം കേട്ടാ. ഈ താജ്മഹൽ ഷാജഹാൻ പണിച്ചത് മുംതാസിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞ പോലെ അമ്മ ഈ സ്വർണ്ണപ്പല്ലെല്ലാം കൂടെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? വലിയ കാര്യമാണ് കേട്ടോ അത്. അത് കളയാതെ ഞാൻ ഈ ഷെൽഫിലെ ഒരു ചെപ്പിലിട്ടത് അടച്ചു വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എടാ നീ ചൂട് കളയാതെ ആ പെണ്ണ് പള്ളിക്കിട്ട് 4 അടി ഇട്ടിട്ട് വാടാ. ഉറപ്പായിട്ടും അവളുടെ പല്ലടിച്ച് തുപ്പിക്കും. എന്നിട്ട് അവൾ കോന്ത്രം പല്ലടല്ലോ ഞാൻ ഡെപ്പിക്കത്തിൽ അടച്ചു വെക്കും. അങ്ങനെ തന്നെ. എടാ ഈ സരസ്വതിയോട് കളിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് നീ പറയണം കേട്ടോ. ഉറപ്പല്ലേ? തീർക്കും ഞാൻ അവളെ. അങ്ങോട്ട് എഴുതി മക്കളെ. അങ്ങനെ നോക്കും അഹങ്കാരിക്കും. ഞാൻ ആർക്കൊക്കെ കമന്റ് ചെയ്യണോ ലൈക്ക് ചെയ്യണമെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നേ. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൊറിഞ്ഞുകൊണ്ട് വരും. ഇങ്ങോട്ട് വരട്ടെ, ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം തളക്ക്. എന്ത് സാധനാണ് ഇതെന്താ? അമ്മയുടെ പുഞ്ഞാര മോൻ കാണിച്ചു വെച്ചത് ഓസ് കൊണ്ട് വെള്ളം അടിച്ച്. ആ കണക്കായി പോയി. അവനെ പാരവൊക്കെ നടക്കുന്നായിട്ടല്ലേ? കണ്ടോടി അമ്മ എപ്പോഴും മോനെ സപ്പോർട്ട് ചെയ്യണത്. അവന്റെ സ്വഭാവത്തിനെ ഇതല്ല ചെയ്യേണ്ടത്. ചാണകം വാരി എറിയും അവൻ. ശരിയാ. അല്ല ശരിയാന്ന്. ആ വെള്ളം ആടിയിട്ട് കൊടയരുതേ. ഞാൻ തുടച്ചോണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? കുണ്ടിക്കൂക്കിട്ടാണെന്ന് തരുവാ. ആ ഏതായാലും നനഞ്ഞതല്ലേ, കുളിച്ചോ. ഒരാൾ കയറിയിട്ട് ഒരാൾ കയറാൻ പാടുള്ളൂ. ഇനി അതിനായിട്ട് ഉണ്ടാക്കരുത്. കുളിക്ക് പോയിട്ട് എന്തായാലും അവനോട് ഇത് ചോദിക്കണം. ഞാൻ ചോദിക്കത്തൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തോണം. പിന്നെ ഞങ്ങളാരും സപ്പോർട്ട് ചെയ്യും. നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഞാനല്ലല്ലോ. ആണോ? ആണോടി? ഓ ഒത്തുതീർപ്പാക്കാൻ വന്നിരിക്കുന്നു ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട്. ഞാൻ വിളിച്ചതേ, സ്വർണ്ണപ്പല്ല് ഇവിടെ തന്നെ ഉണ്ട്. ആണോ? ആ എന്നാ പിന്നെ കേറി എടുക്കറു കാച്ചി. പിന്നെ തുറന്നു വെച്ചിരിക്കല്ലേ എടുത്തോണ്ട് പോവാൻ. അത് എവിടെയൊക്കെ അമ്മ കയറ്റി കൂട്ടി കെട്ടി വെച്ചിരിക്കുക. ആണല്ലേ? ആ നമുക്കേ കേറി അങ്ങ് മോഷ്ടിച്ചാലോ? മോഷ്ടിച്ചിട്ട് ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിട്ടും വേറെ വല്ല വഴിയും പറ. അല്ല ഞാൻ പറഞ്ഞു ഇവരില്ലാത്തപ്പോ നമുക്ക് കേറി എടുക്കാൻ പാടില്ലേ? എടാ ഈ വീട്ടിനകത്ത് 4 പിള്ളേര്, പുഷ്പ, അമ്മ, ഇവിടെ ആളൊഴിച്ചിട്ട് നേരെ ഉണ്ടാകുകയല്ല. ഒരു ഐഡിയ ഉണ്ട്, ഇവരെ അങ്ങ് ഒഴിപ്പിക്കണം. എങ്ങനെ? ഐഡിയ ഉണ്ട്, നിങ്ങൾ വാ ഞാൻ പറഞ്ഞുതരാം. വർക്കൗട്ട് ആവോ? പിന്നെ ഞാൻ വിചാരിച്ച വർക്കൗട്ട് ആവാത്ത സംഭവം ഉണ്ടോ? ആ ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ. ധൈര്യമായിട്ട് അങ്ങനെ ഉണ്ടോ? ഓക്കെ. മണിമുറ്റത്താവണിപ്പന്തൽ കൊടുത്തോടാ. അയ്യോ ഇങ്ങനെ ഒരു മരങ്ങോട്ടൻ എന്തിനു കൊള്ളാടാ അതിന്. അമ്മേ, ഓ നമ്മുടെ അമ്മാവനെ അയ്യോ അങ്ങനെ എന്നാ പറ്റിയടാ? എന്തുവാ ഇത്? എന്തെങ്കിലും കേട്ടാ ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അമ്മാവന് എന്നെയും അമ്മയും പുഷ്പയും പിള്ളേരെയൊക്കെ കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ പറഞ്ഞോ? എന്നാ നമുക്ക് നാളെ തന്നെ അങ്ങ് പോയാടാ എല്ലാവർക്കും കൂടെ. പോയേക്കാം. ആ പക്ഷേ ഈ പുഷ്പേ നമ്മളോട് വരുമോ? അത് നിന്റെ കയ്യിലിരിപ്പോലെ ഇരിക്കും. നീ എന്ന് ചോദിച്ചോ? എന്നെ കൊണ്ട് ചോദിക്കാൻ പറ്റത്തില്ല. ആഹാ എന്നാ ഞാൻ പോയി ചോദിക്കാം. അമ്മ ചോദിക്കും. ഞാൻ ചോദിക്കടാ. ഞാൻ ചോദിച്ചാ അവളെ വരുത്തുകയും ചെയ്യും. വന്നില്ലെങ്കിലേ ഈ സരസ്വതി അമ്മ അവളെ വരുത്തിക്കും. മല്ലിക്കും എന്റെ തനിയോടെ അവൾ അറിയും. അതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോ അമ്മ എടുക്കുമെന്ന് പറഞ്ഞത്. അമ്മയെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ അമ്മേ. ഞാൻ ആരാന്നാ നിന്റെ വിചാരം? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ചോദിക്കണം, പുഷ്പയെ കൂട്ടണം. നമ്മൾ നാളെ ഇവിടുന്ന് പോകുന്നു. വാക്ക് വ്യത്യാസം കാണിക്കരുത്. ഞാൻ കാണിക്കില്ല. എനിക്ക് ആ ഒരു വിശ്വാസമേ ഉള്ളു കേട്ടോ. പോയിട്ട് വേടാ. എന്നാ ഞാനെല്ലാം എടുത്തു വെക്കാം. നാളെ എന്തെങ്കിലും പോവാം. അതൊന്ന് കാണണം. എനിക്ക് അവനെ ഒന്ന് കാണണം. കുറെ നാളായി കണ്ടിട്ട്. അതെ, പുള്ളിയുടെ വലിയ ആഗ്രഹമാണ്. ആണോ? എന്നോട് എടുത്തു പറഞ്ഞു, എന്റെ ചേച്ചി എങ്ങനെ ഇരിക്കുന്നു, വല്ലതൊക്കെ കഴിക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ. എന്തൊരു തിരക്കിലാന്നറിയോ? കൊച്ചുനാളിലും അവൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു.
അവളുടെ ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അമ്മാവന്റെ മൂല്യത്തെ പറ്റി ഒന്നും ഒരു വിവരവും ഇല്ല. നമ്മുടെ വീട്ടുകാരെ അവൾക്ക് ഇഷ്ടമല്ലടാ. എപ്പോ ഒക്കെ നമ്മുടെ വീട്ടുകാരെ കുറ്റം പറച്ചിലാവും. പൊങ്ങച്ചം കാണിച്ചു കൊടുക്കണം. പോടോ ഞാൻ ഓക്കെ, എന്നെ പട്ടി വിലയല്ലേ, അതൊക്കെ നാളത്തോട് തീരണം. ഏറ്റല്ലോ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ വണ്ടിക്കൂലി കൊടുക്കേണ്ടി വരും. അത് അമ്മ തന്നെ ഏറ്റവും വണ്ടിക്കൂലി ഞാൻ കൊടുക്കണം. കുറച്ച് അഭിമാനമല്ലേ അമ്മ? ആ എന്തെങ്കിലും ആട്ടെ, കൊടുക്കാം കൊടുക്കാം. അപ്പൊ ശരി. ആ ശരി മോനെ. പുഷ്പേ, എടി നീ പറയുന്ന എന്തെങ്കിലും ഞാൻ കേൾക്കാതിരിപ്പുണ്ടോ? എടി ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്കി. നീ ആ കൂടോത്രം ഗീതയുടെ ഫോട്ടോയ്ക്ക് കമൻ്റ് ഒന്നും ചെയ്യരുത്. വേറെ ആരുടെ ഫോട്ടോയ്ക്ക് വേണമെങ്കിലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു. ഞാൻ ചെയ്യും. നിന്നോട് എനിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? പിന്നെ നീ എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? മോളെ, നീ എൻ്റെ മരുമോളൊന്നും അല്ല, എൻ്റെ മോള് തന്നെയാണെന്ന് ഓർമ്മ വേണം കേട്ടോ. ആണോ? പിന്നെ അല്ലാതെ. നിനക്കറിയാം അമ്മക്ക് എന്നോട് ഇഷ്ടമുണ്ട്. പിന്നെ ആ അതേന്നേ പുഷ്പേ, നമുക്ക് എല്ലാവർക്കും കൂടെ എൻ്റെ അനിയൻ്റെ വീട് വരെ ഒന്ന് പോകാം. എന്താ അമ്മ പ്രത്യേകിച്ച്? ഓ പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ നാളായി അവനൊന്ന് കണ്ടിട്ട്. അതുകൊണ്ടൊന്ന് പോയാലോ? എന്താ നീ വരാവോ? പോവാം, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ ഇപ്പം? ആ എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ അടുക്കള പോയി എല്ലാ പണിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർത്ത് വെച്ചു. ഈ മുളകൊക്കെ ഞാനങ്ങ് പറിച്ചോളാം. പിന്നീണ്ടല്ല ഇതിൽ ഇങ്ങനെ ഒരു പച്ച കളറ് ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും, അത് പറിക്കരുത്. ഒരു പുഴുക്കളെ ഞാൻ പറിക്കില്ല. ഒരു വീട്ടിൽ ഒരു പുഴു ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ അങ്ങ് അടത്തി കളയും.